നാഗങ്ങളെ കൊല്ലാൻ നിപ്പലി എടുത്തതിന് ഉണ്ണിയെ ശകാരിക്കുന്ന മുത്തശ്ശിയും നാരായണനും, അതിനെ എതിർത്ത് സംസാരിക്കുന്ന ഉണ്ണി, ഉണ്ണിയോട് താൻ സ്വപ്നം കണ്ട കാര്യം തുറന്നു പറയേണ്ടി വരുന്ന വൈഷ്ണവി. ഇത് തൽക്കാലം ആരോടും പറയേണ്ടെന്ന് ഉണ്ണി വൈഷ്ണവിയോട് പറയുന്നു. വയലിൽ പുല്ലരിയുന്ന ഒരു സ്ത്രീയെ ആവാഹിച്ച് കല്യാണിയുടെ അമ്മായിയാണെന്ന് പറഞ്ഞ് നാഗമടത്ത് തറവാട്ടിൽ അയക്കുന്ന ദക്ഷകി. അവർ തറവാട്ടിൽ വന്ന് കല്യാണിയെ അന്വേഷിച്ച് ബഹളം വയ്ക്കുന്നു. ഇനി തുടർന്ന് കാണുക. കാണിച്ചു തരാം ഞാൻ എല്ലാത്തിനെയും. ഇപ്പൊ തന്നെ ഞാൻ പോലീസിൽ പോയി പറയും. ചെല്ലടി, പോലീസിൽ പറയടി, നാട്ടുകാരെ അറിയിക്ക. ഒരു കല്യാണി ഇറങ്ങിപ്പോടി. ഇത് നാഗമടത്തില്ലമ്മ. പടിയേറ്റ് നടക്കാൻ പോകുന്ന നേരത്ത് കല്യാണിയുടെ പേരും പറഞ്ഞിട്ട് നാണം കെടുത്താൻ വന്നിരിക്കുക. പൊയ്ക്കോ. അവര് പോയി എന്താന്ന് വെച്ച ചെയ്യട്ടെ. എന്റെ ദേവി, ആ സ്ത്രീ എങ്ങാനും പോലീസിൽ അറിയിക്കോ? ഇല്ലെന്നേ, അവര് വെറുതെ പിച്ചും പേയും പറയുന്നതാ. കല്യാണിക്ക് ആരുമില്ലെന്ന് നമുക്കറിയാവുന്നതല്ലേ. അതിനെന്തുറപ്പുള്ളേ? ഞാനൊന്ന് പറഞ്ഞതാ പോലീസിൽ അറിയിക്കണമെന്ന്. ആ സ്ത്രീ എങ്ങാനും പരാതി കൊടുത്താ പോലീസുകാരെത്തും. എന്തുത്തരം പറയും? നമ്മളെന്തിനാ പേടിക്കുന്നേ? നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ല. പക്ഷേ ഒരാളെ കാണാതാവുമ്പോ, പ്രത്യേകിച്ച് മുറിയിൽ ചോരയും പിന്നെ കാൽപ്പാടൊക്കെ കണ്ട സ്ഥിതിക്ക് പോലീസിൽ വിവരം അറിയിക്കേണ്ടത് തന്നെയായിരുന്നു. ഉണ്ണി, നീ ഒന്ന് പോകുന്നുണ്ടോ? ഉണ്ണിയേട്ടൻ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. പോലീസിലെ വിവരം അറിഞ്ഞാ പിന്നെ അവരിങ്ങോട്ട് വരും. 100 ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും. എന്റെ നാഗദൈവങ്ങളെ, എന്തൊക്കെയാ ഞാനീ കേക്കണത്? എന്നാലും കല്യാണി കാണാതായത് എങ്ങനെ ആ സ്ത്രീ അറിഞ്ഞൂന്നാ? ഉടപ്പറന്നുള്ള ആദ്യ കൂട്ടണ്ട, വരുന്നിടത്ത് വെച്ച് കാണാം. അതെ, അതാണ് അതിന്റെ ശരി. ഈ ഇല്ലത്തുള്ളവർക്ക് മാത്രം അറിയാവുന്ന കാര്യം അവരെങ്ങനെ അറിഞ്ഞൂന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ദക്ഷയ്ക്ക് ചിന്തിക്കുന്ന സമയം ഇവിടുന്ന് പോയി അവള് തിരിച്ചു വരും. അവൾ പോലീസിൽ വിവരം ധരിപ്പിക്കും. വൈകാതെ നാഗമടത്ത് പോലീസ് എത്തും. നാട് മുഴുവനും അറിയും കാര്യങ്ങൾ അത്രയും. അടുത്ത ഇര വൈഷ്ണവി. സ്വപ്നദർശനം കിട്ടിയിട്ടത് മറച്ചുവെച്ച വൈഷ്ണവിയിൽ നാഗദൈവങ്ങളുടെ ചൈതന്യം ദൃഷ്ടി പതിയാത്ത സമയമാണിത്. ആ സമയം തന്നെ നോക്കി ആക്രമിക്കണം. ഇന്ന് രാത്രി പാതിരാക്കോഴി കൂവും മുൻപ് തമോ ഗുണമേറി നിൽക്കുന്ന യാമത്തിൽ ഏത് വിധേനയും വൈഷ്ണവിയെ ഈ ഇല്ലത്തിന് പുറത്തു കടത്തണം. ഇല്ലത്തിന്റെ 4 അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പുറത്തെത്തിച്ചാൽ ആ ക്ഷണം കൊല്ലും. അതിനുള്ള ദിവസം ഇന്നാണ്. ഏതെങ്കിലും വിധത്തിൽ മനസ്സു മാറി സ്വപ്നദർശനം കിട്ടിയ കാര്യം വെളിപ്പെടുത്തി നാഗമടത്തമ്മയായി അരിയിട്ട് വാഴും മുൻപേ കൊല്ലണം.
പോകാം, എഴുന്നേൽക്ക്, നമുക്ക് പുറത്തേക്ക് പോവാം. എന്റെ പിന്നാലെ വാ, നമുക്ക് ഈ ഇല്ലത്തിന് പുറത്തേക്ക് പോവാം. നിലാവ് കാണാം, പാലമരച്ചൂട്ടിൽ പോയിരിക്കാം, പാല് പൂത്ത സുഗന്ധം ആസ്വദിക്കാം. വാ. വാ, എന്റെ പിന്നാലെ വാ. തുറക്കാനാ പറഞ്ഞത്. ശിവനാഗങ്ങൾ മാർഗതടസ്സമുണ്ടാക്കുന്നു. മാറ്, മാറ് ശിവനാഗങ്ങളെ. ഇവളെ ഞാൻ കൊണ്ടുപോകട്ടെ. പൂജാരിണിയാകാനുള്ള സ്വപ്നദർശനം കിട്ടിയിട്ടും അത് മറച്ചു വച്ച് ഇവളെ എന്തിനു രക്ഷിക്കണം നിങ്ങൾ? കൊണ്ടുപോട്ടെ ഞാൻ ഇവളെ. അവളെ നാഗമിടത്തെ മണ്ണിൽ വെച്ചൊന്നും ചെയ്യാൻ നിനക്ക് കഴിയില്ല. കേൾക്കണ്ട എനിക്കൊന്നും. കൊല്ലും, കൊല്ലും ഞാൻ ഇവളെ. शिवं 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 ॐ शिवं 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 ॐ शिवं 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 शिवं
ആരാ കരഞ്ഞത്? വൈഷ്ണവിയുടെ ശബ്ദം പോലെ. അവൾക്കെന്ത് പറ്റി? വാ പോയി നോക്കാം. വാ, വാ. വൈഷ്ണവി, വൈഷ്ണവി, വൈഷ്ണവി എവിടെ? അവളെ കാണുന്നില്ലല്ലോ. വൈഷ്ണവി എവിടെ പോയതാ? നാഗദൈവങ്ങളെ, എന്റെ കുട്ടി എവിടെ? എന്റെ നാഗദൈവങ്ങളെ കാണിച്ചു തരിക. വൈഷ്ണവി മോളെ, എന്റെ നാഗദൈവങ്ങളെ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുട്ടി എവിടെ? എന്റെ ഈശ്വര, വൈഷ്ണവി, എന്റെ മോക്കിന് എന്താ പറ്റിയത്? വൈഷ്ണവി, 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 മോളെ വൈഷ്ണവി, വൈഷ്ണവി, മോളെ വൈഷ്ണവി, വൈഷ്ണവി. എന്റെ ഈശ്വര, എന്റെ കുട്ടിക്ക് ഇത് എന്ത് പറ്റി? വൈഷ്ണവി, എന്താ കുട്ടി ഉണ്ടായത്? പറ, എങ്ങനെ എവിടെ എത്തിയത്? അറിയില്ല, ഒന്നും എനിക്ക് അറിയില്ല. എന്റെ നാഗത്തമ്മാരെ, മോളെ, നീ സ്വയം ഇറങ്ങി വന്നതാണോ? അല്ല, എനിക്കൊന്നും അറിയില്ല. എന്റെ നാഗദൈവങ്ങളെ, എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. അകത്തേക്ക് പോവാം, നല്ല മഞ്ഞുവീഴ്ചയുണ്ട്. അസുഖം പിടിപ്പിക്കണ്ട. എഴുന്നേൽക്ക. എനിക്ക് എഴുന്നേൽക്കും. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ലേ? നാഗമടുത്തെ പെൺകുട്ടിയെ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് നടത്തി പുറത്തു കൊണ്ടുപോയി അപായപ്പെടുത്താനായിരുന്നു നീക്കം. പക്ഷേ അതിന് ശ്രമിച്ചവർക്ക് അതിന് കഴിഞ്ഞില്ല. വൈഷ്ണവിക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എങ്ങനെയാ സംഭവിച്ചതെന്ന്? ഇല്ല, അക്കാര്യം ഞാൻ പറഞ്ഞതല്ലേ അപ്പൊ തന്നെ. പിന്നെന്തിനാ വീണ്ടും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നെ? ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണ്ട. ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല, രാത്രി നടന്ന കാര്യങ്ങൾ മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ഓർക്കാൻ കൂടി വയ്യ. പടിയേറ്റിന് വന്ന ഞാൻ ഇല്ലത്തെ ദുരന്തം കാണേണ്ടുന്ന അവസ്ഥയിലായി പോയേനെ. ഒന്ന് പോകുന്നുണ്ടോ? ഇല്ലത്ത് ആർക്കും ഒന്നും സംഭവിക്കില്ല. അതിന് ശിവനാഗങ്ങൾ അവസരം ഉണ്ടാക്കില്ല. ശിവനാഗങ്ങളെ തടുക്കാൻ പറ്റുന്ന ശക്തികളും ഉണ്ടല്ലോ. ഇല്ല, ശിവനാഗങ്ങളെ തടുക്കാൻ ഒരു ശക്തികൾക്കും ആവില്ല. മുത്തശ്ശിയും ഭട്ടതിരിയും പറഞ്ഞല്ലോ, ബന്ധിക്കപ്പെട്ട ദക്ഷികയെങ്ങാൻ പുറത്തു ചാടിയ ശിവനാഗങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ഇല്ലത്തുള്ളവരെ കൊന്നെടുക്കാൻ ദക്ഷിക ഇറങ്ങി പുറപ്പെട്ടാൽ അതേനം നടക്കൂന്നല്ലേ അതിനർത്ഥം? ഒന്നും മിണ്ടാതിരിക്ക. ഒരു ശിവനാഗവും ദക്ഷകയും വെറുതെ ഊതിപ്പെരിപ്പിക്കുന്ന എല്ലാം. ഉണ്ണിയേട്ടന് അങ്ങനെ പറയാനേ പറ്റൂ. ഉണ്ണിയേട്ടന് വിശ്വാസമില്ലാലോ ഒന്നിലും. പക്ഷേ എനിക്കും വൈഷ്ണവിക്കൊക്കെ വിശ്വാസമുണ്ട് എല്ലാത്തിലും, പ്രത്യേകിച്ച് ദക്ഷകിയുടെ കാര്യത്തില്. ദക്ഷകി മുത്തശ്ശങ്കാവിന്ന് രക്ഷപ്പെട്ട ഉണ്ണിയേട്ടനടക്കം ഇല്ലത്തെ ആർക്കും അപകടം തന്നെയാ.
കാരണവന്മാര് പറയുന്ന കഥയിലെ ദക്ഷയ്ക്ക് വെറുമൊരു പെണ്ണോ പ്രേതമോ അല്ല. കൊടും പക ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ക്ഷുദ്രശക്തിയാ. നാഗമടത്തെ മണ്ടരിയെപ്പോലും വെറുക്കുന്ന ക്ഷുദ്രശക്തി. ദക്ഷയ്ക്ക് ഇല്ലാന്നും പുറത്തു ചാടില്ലാന്നും കരുതണ്ട ആരും. ഉണ്ണിയേട്ടാ, ഒന്നിനു പുറകെ ഒന്നൊന്നായി എപ്പോഴും പ്രശ്നങ്ങളാ ഇവിടെ. എല്ലാത്തിനും കാരണം ഞാനും. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഒന്നിനും നീ ഒരു കാരണക്കാരിയല്ല. അങ്ങനെ സ്വയം വിശ്വസിക്കുകയും വേണ്ട. നടന്നോക്കെ മറന്നേക്ക്. എന്താ മുത്തശ്ശി ആലോചിച്ചോണ്ടിരിക്കണേ? രാത്രി നടന്ന കാര്യങ്ങൾ ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ല എന്റെ കുട്ടിയെ. കല്യാണിയെ കാണാതായതിന്റെ പ്രയാസം ഒരു ഭാഗത്ത്, പടിയേറ്റ് നിന്നു പോകുന്നതിന്റെ വിഷമം വേറൊരു ഭാഗത്ത്. എന്റെ കുട്ടി രാത്രിയിൽ ഇറങ്ങിപ്പോയതൊക്കെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? വൈഷ്ണവിക്കൊന്നും പറ്റിയില്ലല്ലോ. അങ്ങനെയെങ്കിലും സമാധാനിക്കും മുത്തശ്ശി. വൈഷ്ണവി രാത്രിയില് ഇറങ്ങിപ്പോയത് നല്ല ലക്ഷണമല്ല രേണു. ശിവനാഗത്തിന് രക്ഷയാൽ ആപത്തൊന്നും സംഭവിച്ചില്ല. അതന്നെ ഒരാശ്വാസം. പക്ഷേ അറിയണം, ഈ അനർത്ഥങ്ങൾക്കൊക്കെ കാരണം എന്താണെന്ന് അറിയണം. പടിയേറ്റം നടക്കാത്ത തന്നെയാകും എല്ലാ ദോഷങ്ങൾക്കും കാരണമെന്നാ എനിക്ക് തോന്നുന്നത്. അതെ, അതിനെന്താ സംശയം? പക്ഷെ എന്ത് ചെയ്യാം? പൂജാരിണിയാകേണ്ടയാൾ ഇപ്പോഴും അദൃശ്യായി തന്നെ നിൽക്കല്ലേ. ഇനിയിപ്പം ആരും ആ സ്വപ്നം കണ്ടിട്ടില്ലാന്ന് വരുമോ? മേലേടം പ്രശ്നം വെച്ച് പറഞ്ഞതാണല്ലോ സ്വപ്നം കണ്ടു കഴിഞ്ഞിരിക്കണമെന്ന്. മേലേടത്തിന് തെറ്റില്ല. സ്വപ്നം കണ്ടയാള് അത് പറയാതിരിക്കുന്നതിന്റെ ദോഷം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത്. ഒരു കാര്യത്തിൽ മാത്രം ആശ്വാസം, മുത്തശ്ശങ്കാവിൽ തളച്ചു നിർത്തിയിരിക്കുന്ന ദക്ഷയ്ക്ക് പുറത്തു ചാടാത്തത്. പക്ഷേ ദുർനിമിത്തങ്ങളുടെ തുടർച്ച കാണുമ്പോ ആശങ്കയില്ലാതില്ല. അങ്ങനെയുള്ള നേരങ്ങളിൽ ശിവനാഗങ്ങളുടെ സഹായം കുറയും. അവയ്ക്ക് പോലും ഇല്ലത്തുള്ളവരെ സംരക്ഷിക്കുവാൻ കഴിയാതെ വരും. ആപത്തും അനർത്ഥങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോ ദക്ഷയ്ക്കെങ്ങാനും പുറത്തു ചാടിയിട്ടുണ്ടാവോ? വെറുതെ വേണ്ടാത്തതൊന്നും പറയണ്ട. ദക്ഷയ്ക്കൊന്നും ഒരു കാരണവശാൽ ഇനി പുറത്തു വരില്ല. ഇല്ല, അത്ര കണ്ട് ഉറപ്പിച്ച് പറയാറായിട്ടില്ല. മേലിടത്തിന് ഒന്നുകൂടി വിളിക്കേണ്ടി വരും. ദക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുക തന്നെ വേണം. അഥവാ ദക്ഷയ്ക്കെങ്ങാനും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ ഒക്കും? അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യ. ദക്ഷയ്ക്ക് മോചിപ്പിക്കപ്പെട്ടാൽ പിന്നെ ബന്ധിക്കാൻ പറ്റാതെ വരും. സർവനാശം വിതയ്ക്കും അവൾ. ഇല്ലത്ത് മാത്രമല്ല, നാടിനും ആപത്ത് വരും.